പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രൈപോഡോടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത്ര വലിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമല്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. പൊതുവെ എല്ലാവരും കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് മണ്ടത്തരമുണ്ട്. അതായത് ആദ്യം തന്നെ വലിയ ഫോണ്, വലിയ ക്യാമറ, അല്ലെങ്കിൽ നല്ല എന്താ പറയുക മൈക്കൊക്കെ മേടിച്ച് വെക്കും. എന്നിട്ട് ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. അപ്പം നിങ്ങളുള്ളതുകൊണ്ട് തുടങ്ങും. ഇപ്പം വലിയ ഫേമസ് ആയി നിൽക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ആണെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഇവർ ആദ്യം തുടങ്ങിയത് തന്നെ ഉള്ളത് വെച്ചിട്ടാണ്. ഇപ്പം എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഐഫോണൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വിവോ Y11 ആണ്. അപ്പം അത് വെച്ചാണ് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് ഫോൺ മേടിച്ചു തന്നത്. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ കുറേ റീൽസ് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. ഒരു റിംഗ് ലൈറ്റ് മേടിച്ചു. റിംഗ് ലൈറ്റും അതിൻ്റെ ഒപ്പം സ്റ്റാൻഡും ഉണ്ടാവും. അപ്പം നമുക്ക് വേറൊരു ഇതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ എല്ലാവരും ഇപ്പോൾ ഒരു ഇൻസ്റ്റ പേജ് തുടങ്ങുവാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തുടങ്ങുവാണെങ്കിലും ആദ്യം നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ പറയുന്ന ആൾക്കാർ ആദ്യത്തെ ദിവസം ആ ക്യൂരിയോസിറ്റി കയറി കണ്ട് നമ്മുടെ ചാനലൊക്കെ ഇതാക്കി വെക്കും. പക്ഷെ ഇവർ കാണാൻ പോകുന്നില്ല. നമ്മളെ എത്ര സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നുള്ളവർക്ക് മാത്രം നമ്മുടെ പേജ് അയച്ചു കൊടുക്കുക. ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമുക്ക് വേണേൽ നമ്മൾ കയറി വരും. ഇപ്പം നമ്മളൊരു 9 to 5 ജോബിന് പോവുകയാണെങ്കിൽ നമുക്കൊരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര കറക്റ്റ് പൈസ കിട്ടുമെന്ന് പറയാം. പക്ഷേ ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ച് നമുക്കൊരു മാസം എത്ര കിട്ടും അല്ലെങ്കിൽ എത്ര കൂടും കുറയും ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ട കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് മൈക്ക് നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ വലിയ വലിയ മൈക്കൊക്കെ മേടിക്കാം കേട്ടോ. പക്ഷേ സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന മൈക്ക് ഞാൻ കാണിച്ചുതരാം. ഞാൻ മേടിച്ചത് ഇത് 500ൻ്റെ ഒരു മൈക്കായിരുന്നു. ഒരു 500 രൂപയുള്ളൂ. അത്യാവശ്യം നല്ല ക്ലാരിറ്റി സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ കുറേ വില കൂടിയ സാധനങ്ങൾ മേടിച്ച് പൈസ ഒന്നും കളയേണ്ട കാര്യമില്ല. നിങ്ങളിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ പൈസ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സാധനം മേടിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ ടൈപ്പ് കണ്ടന്റ് ചെയ്യാം. ഒന്നെങ്കിൽ റിലേറ്റബിൾ കണ്ടന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ്, അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പം റിലേറ്റബിൾ കണ്ടന്റ് ചെയ്യുന്ന സമയത്ത് ഡെയിലി നിങ്ങൾ ഒരേ സമയത്ത് വീഡിയോ ഇടുവാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അതായത് നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് ഒരാൾ കാണും. അപ്പം അതിൽ എന്തെങ്കിലും അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഗാനം ഉണ്ടായിരിക്കും. വീഡിയോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ ഇപ്പം മറ്റൊരാൾ എന്തിന് കാണണം, ആ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്യുവാണെങ്കിൽ വീഡിയോയ്ക്ക് എന്തായാലും നല്ല റീച്ച് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കുക്കിംഗ് വീഡിയോസിൽ തന്നെ തുടങ്ങും. ഇനി അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കണ്ടന്റ് മാറ്റണമെന്ന് വിചാരിച്ചാൽ ഒറ്റയടിക്ക് ഇതൊക്കെ നിർത്തിയിട്ട് വേറൊരു കണ്ടന്റിലോട്ട് പോകരുത്. ഇപ്പം കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സ് ഒക്കെ കൊണ്ടുവരാൻ നോക്കുക. എന്നിട്ട് ആൾക്കാർ അഡ്ജസ്റ്റ് ആകാൻ തുടങ്ങും. പിന്നെ പതുക്കെ നിങ്ങൾക്ക് എന്താണോ കണ്ടന്റ് വേണ്ടത് അതിലോട്ട് പോവുക. അതായത് ഒരു വണ്ടിയിൽ ഡെയിലി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു കറക്റ്റ് സ്ഥലത്ത് പോയിട്ട് കച്ചവടം ചെയ്യുന്നത്. അപ്പം ഇയാൾ ഇന്ന് പോയി, ഇനിയിപ്പോൾ ഇന്ന് പോയില്ലേ ഞാൻ മടുത്തു, ഇനിയിപ്പം മറ്റന്നാൾ പോകാമെന്ന് വെച്ചാൽ അയാൾ പോകൊണ്ടിരുന്നു. അപ്പം നാളെ ഇതേ സ്ഥലത്ത് വരുന്ന കുറേ ആൾക്കാരുണ്ടാവും, അവരിതറിയത്തില്ല. ഇനിയിപ്പം നിങ്ങൾ ഇത് മാറ്റിയിട്ട് എല്ലാ ദിവസവും ഇതേ സ്ഥലത്ത് പോയി ഒരേ സമയത്ത് കച്ചവടം ചെയ്ത് നിൽക്കുക. അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ല കച്ചവടം കിട്ടും. ഇതുപോലെയാണ് നമ്മൾ ഇൻസ്റ്റേൻ്റെ ഇത്. ഇപ്പം അൽഗോരിതം ചെക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു 6 മണിക്ക് ഇടിയിട്ടാൽ പിറ്റേ ദിവസം 6 മണിക്ക് ഇടണം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഇന്നലെ കണ്ട ഓഡിയൻസ് ഇതേ സമയത്ത് വരും. ഇനിയിപ്പോൾ ഇന്ന് 4 മണിക്കിട്ട് പിറ്റേ ദിവസം 5 മണിക്കിട്ട് ഇപ്പോഴത്തെ ഓഡിയൻസ് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ആൾക്കാരെല്ലാം നിങ്ങളുടെ ചാനൽ സബ് ചെയ്തിട്ട് പോകും. എന്നിട്ട് ആരും കയറി കാണൂല. അത്രയ്ക്ക് ഇതായിട്ടുള്ളൊരു കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ അവർ നിങ്ങളുടെ വീഡിയോ കയറി കാണത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് റീച്ചായി കുറേ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ നല്ല റീച്ച് കിട്ടും. പിന്നെ നിങ്ങൾ ഷോർട്സ് ഇടുവാണെങ്കിലും എന്ത് ഇടുവാണെങ്കിലും ഒരേ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ചിലരുടെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കുക്കിംഗ് ഉണ്ടാവും, ട്രാവലിംഗ് ഉണ്ടാവും. ഷോർട്സ് ആണെങ്കിൽ അതുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. ഇപ്പം ലോങ് വീഡിയോ ഇടുവാണ്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകുന്നത്, അതിൻ്റെ ഒരു കട്ട്സ് എടുത്ത് ഷോർട്സ് ആക്കി ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ നിങ്ങൾ റിലേറ്റബിൾ കണ്ടന്റ് ചെയ്ത് തുടങ്ങുക. റിലേറ്റബിൾ കണ്ടന്റിന് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. ഇപ്പോൾ ഒത്തിരി പേര് ചെയ്ത വീഡിയോസ് ഉണ്ടാകും, അത് അതേപടി ചെയ്യുന്നതിലും നല്ലത് നമ്മളേതായ രീതിയിൽ മാറ്റി കണ്ടന്റ് ആക്കുമ്പോഴല്ലേ നമ്മൾ ശരിക്കും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവുന്നത്. ഇപ്പം എനിക്ക് കൊളാബ് കിട്ടിയത് പോലും ഞാൻ അങ്ങോട്ട് കുറേ ബ്രാൻഡ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് കൊളാബ് വരട്ടെ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ട് ആരും വരാൻ പോകുന്നില്ല. അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിതാക്കി വെച്ചാലേ നമുക്ക് ഇങ്ങോട്ട് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. ഞാനൊക്കെ ഈ ഫോൺ മേടിച്ച സമയത്തൊന്നും അത്ര കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല, വലിയ യൂട്യൂബേഴ്സ് ഇല്ല. ഒരു 2024 ആയപ്പോഴത്തേക്കാണ് ഇത്രയും ആൾക്കാർ വന്നത്. ഇപ്പം കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാത്ത ആരാ ഉള്ളത്? ഇപ്പം നമ്മുടെ ഈ വീട്ടിൽ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്യുന്ന
വീഡിയോ, ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒരെണ്ണത്തിന് കുറച്ച് റീച്ച് കിട്ടിയാൽ മതി. പിന്നെ ബാക്കി തന്നെ വന്നോളും. നമ്മൾ ഡെയിലി നല്ല നല്ല കണ്ടന്റ്സ് ഇടാൻ നോക്കുക. ഇപ്പൊ ലോങ് വീഡിയോ ഇടുവാണെങ്കിലും അത്യാവശ്യം നല്ല തമ്മിൽ കൊടുക്കാൻ നോക്കുക. വലിയ ഫോളോവേഴ്സ് വേണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു 5000 അല്ലെങ്കിൽ ഒരു 10K ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ കൊളാബ് കിട്ടും. പെയ്ഡ് ഇനിയിപ്പോൾ അധികം കിട്ടിയില്ലെങ്കിലും ബാർട്ടർ ആണെങ്കിലും കിട്ടും. ബാർട്ടർ ചെയ്ത് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ആരെങ്കിലും കണ്ടത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തായാലും കൊളാബ് തരാതിരിക്കില്ല. പിന്നെ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ റീച്ചായി നിൽക്കുന്ന കുറെ യൂട്യൂബേഴ്സിന്റെ പണ്ടത്തെ ടൈപ്പ് വീഡിയോസ് എടുത്ത് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇപ്പോൾ ഉള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ വലിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ പഴയ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുക. നമ്മുടെ വീഡിയോ പോലെ തന്നെ ആയിരിക്കും. വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. അത്ര നല്ല കണ്ടന്റ് ആയിരിക്കില്ല. കണ്ടന്റിനേക്കാൾ എല്ലാവരും നോക്കുന്ന ഫേസ് വാല്യൂ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ റീച്ച് ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്ത് വീഡിയോ ഇട്ടാലും അത് കാണാൻ ആളുണ്ടാവും. പക്ഷെ ഒരു ബിഗിനറെ സംബന്ധിച്ച് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഒരു വീഡിയോ തന്നെ, ഒരു ലോങ് വീഡിയോ ഇട്ടാൽ കൂടിപ്പോയി എത്ര ലോങ് വീഡിയോ ഇട്ടാൽ പോലും ഒരു 200, 300 മാക്സിമം അതിന്റെ മുകളിൽ, മാക്സിമം അത്രയൊക്കെ യൂസേ കിട്ടുള്ളൂ. അതിന്റെ മുകളിൽ പോകണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫോളോവേഴ്സ് ഒക്കെ വേണ്ടി വരും. ഇതും ചെയ്യുന്ന മണ്ടത്തര കുറേ ഷോർട്സും കൂട്ടും. ഒരു ദിവസം 4, 5 ഷോർട്സ് ഒക്കെ അത്ര ഇടേണ്ട ഒരു ആവശ്യമില്ല. ഒരു ദിവസം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്സ് ഒക്കെ ഇടുക. പിന്നെ ഒരാഴ്ചയിൽ 2, 3 ലോങ് വീഡിയോ ഇടുക. ഫസ്റ്റൊക്കെ എനിക്ക് ഇൻസ്റ്റ റീലൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര സമ്മലമായിരുന്നു. ദൈവമേ എന്തൊക്കെ പഠിക്കുന്നവരൊക്കെ എന്നെ വിചാരിക്കും എന്ന് പറയുമ്പോൾ ആരും ഒന്നും പറയത്തൊന്നുമില്ല. നമ്മള് ഇങ്ങനെ ചെയ്യുകയാണെന്ന് ആർക്ക് മനസ്സിലായി പിന്നെ അവരവരുടെ പാട്ടിൽ നിന്ന് പൊക്കോളും. പിന്നെ ചിലരൊക്കെ പറയും, ഓ എന്തുവാ അവർക്ക് വേറെ പണിയൊന്നുമില്ലേ, അത് നമ്മുടെ ഇഷ്ടമല്ലേ, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ലേ.